ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹക്ക് എന്ന മൂവിയാണ്. ആദ്യ ഭാര്യ ഗർഭിണിയായിരിക്കെ ഭർത്താവ് വീണ്ടും വിവാഹം കഴിക്കുന്നു. അതോടെ ആദ്യ ഭാര്യയ്ക്കും കുട്ടികൾക്കും കിട്ടേണ്ട സ്നേഹവും അവകാശങ്ങളും കിട്ടാതെ വരുന്നു. മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അവൾ തന്റെ ഹസ്ബൻഡിനെതിരെ പോരാടാൻ ഇറങ്ങിയാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഷാസിയ ബാനു എന്ന് പറയുന്ന നമ്മുടെ നായികയാണ്. അവളുടെ വിവാഹം അബ്ബാസ് ഖാൻ എന്ന് പറയുന്ന ഒരു വക്കീലുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. വിവാഹത്തിന് മുൻപ് കത്തുകളിലൂടെയായിരുന്നു അബ്ബാസിനോട് അവൾ കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ്ലാം രീതികളനുസരിച്ച് അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം അബ്ബാസിന്റെ വീട്ടിലേക്ക് എത്തിയ ഭാനു ആകട്ടെ അവിടെ കിച്ചണില് വ്യത്യസ്തമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ഒരേ സമയം 3 കുക്കർ അവിടെ ഇരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരി പറയുന്നുണ്ട്, ഒരു കുക്കർ കേടാകുമ്പോൾ അബ്ബാസ് വേറെ കുക്കർ കൊണ്ടുവരും, അത് ശരിയാക്കാൻ നിൽക്കില്ല. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെല്ലാം തന്നെ വളരെ സന്തോഷകരമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അവളും അബ്ബാസും പരസ്പരം അത്രയധികം പ്രണയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ വീടിന്റെ ഔട്ട് ഹൗസിന്റെ അടുത്ത് ഒരു റോസ് ഗാർഡൻ ഉണ്ടാക്കാൻ ഭാനുവിന് ആഗ്രഹം തോന്നി. എന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്ന സലീമിന്റെ വീടിന്റെ സൺഷെയ്ഡിന്റെ ഭാഗമെല്ലാം തന്നെ ഇവരുടെ ഏരിയയിലോട്ടാണ് നിൽക്കുന്നത്. അത് കാരണം അവിടെ ചെടികൾ നട്ടാലും സൂര്യപ്രകാശം ലഭിക്കില്ല. അതുകൊണ്ട് അത് പൊളിച്ചു കളയാൻ ഭാനു തീരുമാനിച്ചു. സലീമിന്റെ വൈഫിനോടും ഭാനു സംസാരിക്കുന്നുണ്ട്. എന്നാൽ അത് പൊളിക്കാൻ തുടങ്ങിയതോടുകൂടി സലീം വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊന്നും സ്ത്രീകൾ തീരുമാനം എടുക്കേണ്ട കാര്യമല്ലാന്നും അതുമല്ല ഇത് നിങ്ങളുടെ സ്ഥലമൊന്നും അല്ലല്ലോ, നിങ്ങളുടെ ഹസ്ബൻഡ് അബ്ബാസിന്റെ സ്ഥലമല്ലേ, അയാൾ പറയാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ് സലീം പറയുന്നത്. അത് കേട്ടപ്പോൾ ഭാനുവിന് ദേഷ്യം വരുന്നു. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു വരെ അവൾ പറയുന്നു. ഭാനു ഈ കാര്യങ്ങളെല്ലാം തന്നെ തന്നെ അബ്ബാസിനെ വിളിച്ചു പറഞ്ഞു. തന്റെ വൈഫിനോട് അയാൾ അങ്ങനെ പറഞ്ഞത് അബ്ബാസിനും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിറ്റേന്ന് തന്നെ അയാളെ കണ്ടിട്ട് അബ്ബാസ് അയാളോട് പറയുന്നുണ്ട്, ആ സ്ഥലം ഇനി മുതൽ ഭാനുവിന്റെ പേരിലായിരിക്കും. അത്രയും ഭാഗം ഭാനുവിന്റെ പേരിലാക്കിയ പേപ്പറും അവൾക്ക് അവൻ സമ്മാനിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സലീമിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഭാനുവിടെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കി. അവൾക്ക് ആദ്യം ഒരു മകനുണ്ടായി, പിന്നീട് ഒരു മകളും ഉണ്ടായി. അബ്ബാസ് അവരെയെല്ലാം വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൾ 3ാമതും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവളും കുട്ടികളും നായ്ക്കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന സലീമാകട്ടെ അതിന്റെ പേരിൽ അവളോട് വഴക്കുണ്ടാക്കുന്നു. ഇസ്ലാമിലെ നായ്ക്കളുമായിട്ട് സഹവസിക്കുന്നത് ഹറാമായിരുന്നു. അതിന്റെ പേരിൽ അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നതൊന്നും തന്നെ ഭാനുവിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾ അവളുടെ കോമ്പൗണ്ടിലാണ് ഇരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ അവൾ തന്നെ അബ്ബാസിനെ വിളിച്ചു പറയുന്നു. അബ്ബാസ് ജോലി തിരക്കിലായിരുന്നു. ആവശ്യമില്ലാതെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ എന്നെ വിളിച്ച് പറയാൻ നിൽക്കണ്ടെന്നും ഇങ്ങനെ വീണ്ടും വിളിച്ച് ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫോൺ കണക്ഷൻ കട്ട് ചെയ്ത് കളയുമെന്നും അബ്ബാസ് പറയുന്നു. അബ്ബാസിന് അവളോട് പഴയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അവളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ അബ്ബാസ് ആകട്ടെ അവളോട് പറയുന്നുണ്ട്, ഞാൻ 1-2 ആഴ്ചത്തേക്ക് പാകിസ്ഥാൻ വരെ പോവുകയാണെന്ന്. അബ്ബാസിന്റെ ഉമ്മയും അവിടെയായിരുന്നു താമസിക്കുന്നത്. 1975 കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. 2-3 ആഴ്ച എന്ന് പറഞ്ഞു പോയിട്ട് അബ്ബാസ് ആകട്ടെ ഒരു തവണ പോലും ഭാനുവിനെ കോൾ ചെയ്തില്ല. 2-3 മാസം കഴിഞ്ഞിട്ടാണ് അയാൾ തിരിച്ചെത്തുന്നത്. അയാളുടെ കൂടെ അയാളുടെ ഉമ്മയുണ്ടായിരുന്നു. കൂടാതെ വണ്ടിയിൽ മറ്റൊരാളും. അയൽക്കാരെല്ലാം ഓടിക്കൂടി വണ്ടിക്ക് ചുറ്റും നോക്കുന്നു. എന്താ സംഭവം എന്ന് ഭാനുവും ചോദിക്കുന്നുണ്ട്. ആ സമയം അബ്ബാസ് ഭാനുവിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ 2ാമത് ഒരു വിവാഹം കൂടി കഴിച്ചു എന്ന്. അത് കേട്ട് ഭാനു ശരിക്കും തകർന്നുപോയി. അബ്ബാസും അവന്റെ ഉമ്മയും ചേർന്നിട്ട് ഭാനുവിനോട് പറയുന്നത് ഇതായിരുന്നു, അബ്ബാസിന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകൾ സൈറയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അബ്ബാസിന്റെ ഉമ്മയുടെ സഹോദരി ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം അബ്ബാസിന് അവളെ വിവാഹം കഴിക്കാമോ എന്ന് അവര് ചോദിച്ചപ്പോൾ ഇവർ എതിർപ്പും പറഞ്ഞില്ല. അബ്ബാസിന് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ നിർബന്ധം കാരണമാണ് സൈറയെ അവൻ വിവാഹം കഴിച്ചതെന്ന് അവന്റെ ഉമ്മ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഭാനുവിന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ ഷെയർ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ അവൾക്ക് വോയിസ് ഇല്ല, അയാളെ എതിർക്കാനും പറ്റില്ല. ആ നിമിഷം അവൾ കിച്ചണിലെ കുക്കറിനെ പറ്റി ആലോചിക്കുന്നു. ഓരോ തവണയും കുക്കർ കേടാകുമ്പോൾ അബ്ബാസ് പുതിയ കുക്കർ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ആദ്യത്തത് ശരിയാക്കാൻ ശ്രമിച്ചിട്ടേയില്ല. അതുപോലെയാണ് അയാൾ വിവാഹത്തിലും ചെയ്തിരിക്കുന്നത്. തൽക്കാലം സൈറയെ അവർ ഔട്ട് ഹൗസിലാണ് താമസിപ്പിക്കുന്നത്. അബ്ബാസ് ഭാനുവിനോട് പറയുന്നത്, നീ എന്തായാലും 3ാമത് പ്രഗ്നന്റ് ആയിരിക്കുകയല്ലേ, ആ സമയത്ത് നിനക്കൊരു സഹായമായിട്ട് സൈറ ഇവിടെ ഉണ്ടാകുമെന്ന്. പക്ഷെ എന്റെ ഭാര്യയുടെ സ്ഥാനം എപ്പോഴും അത് നിനക്കായിരിക്കും. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കൂ. അവളുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഭാനുവിനെ അയാൾ ആശ്വസിപ്പിച്ചു. എന്നാൽ അയാളുടെ അകൽച്ചയെല്ലാം തന്നെ ഭാനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്റെ അവകാശം തട്ടിയെടുക്കാൻ ഒരു രീതിയിലും സൈറയെ ഭാനു അനുവദിച്ചില്ല. അബ്ബാസിന് ആഹാരം വിളമ്പിക്കൊടുക്കുന്നത് മുതൽ അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭാനു തന്നെയായിരുന്നു. സൈറ എന്തെങ്കിലും ചെയ്യാമെന്നാലും ഭാനു അതിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാനുവിന് തന്നോടുള്ള ദേഷ്യം സൈറയ്ക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവൾ സ്നേഹത്തോടെ ഭാനുവിന്റെ അടുത്തുനിന്ന് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, മാർക്കറ്റ് വരെ പോണമെന്ന്. താൻ കൂടെ വരാമെന്ന് ഭാനു പറയുന്നു. എന്നാൽ മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുക്കാൻ ഭാനു അനുവദിച്ചില്ല. തന്റെ റൂമിലേക്ക് അബ്ബാസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കർട്ടനും ബെഡ്ഷീറ്റും അവൻ ഇഷ്ടപ്പെടുന്ന അത്തറും ഒക്കെയായിരുന്നു സൈറ സെലക്ട് ചെയ്തത്. എന്നാൽ മനഃപൂർവ്വം അബ്ബാസിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഭാനു അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നത്. എന്തിനേറെ അടിവസ്ത്രം പോലും അബ്ബാസിന് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള തുണിയായിരുന്നു സൈറയ്ക്ക് വേണ്ടിയിട്ട് ഭാനു സെലക്ട് ചെയ്തത്. ഇത് മനസ്സിലായതോടുകൂടി സൈറ ദേഷ്യത്തോടെ ഭാനുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ചാരിറ്റി കേസായിട്ട് തോന്നുന്നു എന്ന്. എന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടൊന്നുമല്ല അബ്ബാസ് എന്നെ വിവാഹം കഴിച്ചത്. അബ്ബാസിന്റെ ആദ്യത്തെ പ്രണയം തന്നെ ഞാനായിരുന്നു. അബ്ബാസിന് ആദ്യം എന്നെ വിവാഹം കഴിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ വിവാഹം അപ്പോഴേക്കും മറ്റൊരാളുമായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അബ്ബാസ് നിങ്ങളെ വിവാഹം കഴിച്ചത്. എന്റെ ഹസ്ബൻഡ് മരിച്ചു എന്നറിഞ്ഞതും അയാൾ എന്റെ
അടുത്തേക്ക് തന്നെ ഓടിയെത്തിയതാണ്. അയാൾ ഇങ്ങോട്ട് വന്ന് എന്നെ വിവാഹം കഴിക്കുകയായിരുന്നു. അല്ലാതെ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നുമല്ല അയാൾ എന്നെ വിവാഹം കഴിച്ചത്. പിന്നെ അബ്ബാസിന്റെ എല്ലാ ഇഷ്ടങ്ങളെ പറ്റിയും നിങ്ങളെക്കാൾ മുൻപേ എനിക്കറിയാം. നിങ്ങൾ അബ്ബാസിന്റെ ആദ്യ ഭാര്യയായിരിക്കാം, പക്ഷെ അബ്ബാസിന്റെ ആദ്യ പ്രണയം അത് ഞാൻ മാത്രമാണ്. ഇതെല്ലാം കേട്ട് തകർന്നു നിൽക്കുകയായിരുന്നു ബാനു. കാരണം അബ്ബാസ് അവളോട് പറഞ്ഞതെല്ലാം തന്നെ കള്ളങ്ങളായിരുന്നു. വീട്ടിലെത്തി ബാനു അബ്ബാസിനോട് ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. കേട്ടതൊക്കെ സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് അബ്ബാസ് പറയുന്നത്. അബ്ബാസിനിപ്പോ അവളോട് സംസാരിക്കാൻ പോലും ഇഷ്ടമായിരുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് അവളെ ഒഴിവാക്കി അയാൾ സൈറയുടെ റൂമിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കേട്ട് ബാനുവിന് കരഞ്ഞുകൊണ്ട് നിൽക്കാനേ സാധിച്ചുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സൈറയായിരുന്നു. അവളും പ്രഗ്നന്റ് ആയി. അതിനു മുൻപ് തന്നെ ബാനു പ്രസവിക്കുകയും ചെയ്തു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ബാനുവിന്റെ അബ്ബാസിന്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നു. അവൾ അബ്ബാസിന്റെ കൂടെ ആ ദിവസം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നല്ല രീതിയിൽ റെഡിയായിട്ട് സിനിമ കാണാനുള്ള ടിക്കറ്റും എടുത്ത് അബ്ബാസിന്റെ ഓഫീസിലേക്ക് അവൾ ചെല്ലുന്നു. അബ്ബാസ് നല്ല തിരക്കിലായിരുന്നു. അവളെ അവിടെ കണ്ടതും അബ്ബാസ് അവളുമായിട്ട് വഴക്കിടാൻ തുടങ്ങി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ച്. ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ നീ വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് നിന്റെ കൂടെ കറങ്ങി നടക്കാനൊന്നും സമയമില്ല, ഞാൻ ഒരുപാട് ബിസിയാണെന്ന് പറയുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടും അവളെ അയാൾ കുറെ വഴക്ക് പറഞ്ഞു. ഇത്രയും നാളും അവളെ അവയുടേതെല്ലാം തന്നെ അവൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് കൂടിക്കൂടി വരികയാണ്. അവൾക്ക് ആ വീട്ടിൽ ഒരു വിലയുമില്ലാതെയായി. ആദ്യ ഭാര്യ എന്ന പേര് മാത്രമേ ഉള്ളൂ, ആ സ്ഥാനം അവൾക്കില്ലായിരുന്നു. അതോടെ തകർന്നുപോയ അവളാകട്ടെ വീട്ടിലെത്തി തന്റെ കുട്ടികളെ എടുത്ത് തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. അബ്ബാസ് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് അവന്റെ ഉമ്മ പറഞ്ഞിട്ട് അവൻ അറിയുന്നത് ബാനു കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോയി എന്ന്. തനിയെ പോയവള് തനിയെ തിരിച്ചു വരട്ടെ എന്നായിരുന്നു അബ്ബാസിന്റെ ന്യായം. അവളെ വിളിക്കാനോ അവളുടെ വീട്ടിൽ പോയി അവളെ തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും തന്നെ അബ്ബാസ് നിന്നില്ല. ബാനുവിന്റെ ഉപ്പ ഒരു ടീച്ചറായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് അയാൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അവളും ചെറിയ തയ്യൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടാണ് കുട്ടികളുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ എല്ലാ കാര്യത്തിനും അവളുടെ ഉപ്പ അവളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യമൊക്കെ അബ്ബാസ് കുട്ടികളുടെ ചെലവിന് വേണ്ടിയിട്ട് 400 രൂപ മാസം അവൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ കാശ് അയച്ചു കൊടുക്കുന്നത് അബ്ബാസ് നിർത്തി. അതോടെ ബാനുവിന്റെയും കുട്ടികളുടെയും കാര്യം വലിയ കഷ്ടത്തിലായി. വേറെ നിവൃത്തിയില്ലാതെ അവൾ തന്റെ കുട്ടികളെയും കൊണ്ട് നേരെ തിരിച്ച് അബ്ബാസിന്റെ അടുത്തെത്തി. ക്ഷമ പറഞ്ഞു വീണ്ടും അവിടെ താമസമാക്കാൻ വന്നതല്ലായിരുന്നു അവൾ. കുട്ടികളിന് ചെലവിന് കൊടുക്കേണ്ടത് അബ്ബാസിന്റെ കൂടി ചുമതലയാണ്. ആ കാശ് എന്തുകൊണ്ട് അയക്കുന്നില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് അവളുടെ അവകാശമായിരുന്നു. ഈ കാശിന് വേണ്ടിയാണോ വന്നേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, കുട്ടികൾ എന്റേത് മാത്രമല്ല നിങ്ങളുടേതും കൂടിയാണെന്ന്. എന്റെ അനുവാദമില്ലാതെ കുട്ടികളെ കൊണ്ടുപോയത് കൊണ്ട് ഞാൻ കാശ് അയക്കില്ല എന്ന് അയാൾ പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തതും ഒട്ടും ശരിയല്ല എന്ന്. ഞാൻ ഇവിടെ നിന്ന് പോയെങ്കിൽ ഒരു തവണയെങ്കിലും എന്നെ വിളിക്കാമായിരുന്നു. ഒരു തവണ അവിടെ വന്ന് എന്നെ കാണാമായിരുന്നു. എന്നോടൊരു വാക്കുപോലും പറയാതെ രണ്ടാമത് നിങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും തകർന്നുപോയി. എന്നിട്ട് നിങ്ങൾ പറയുന്ന കേട്ടിട്ട് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ പതിയെ പതിയെ നിങ്ങൾ എന്നെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തതാണ്. എനിക്കും എന്റേതായ അഭിമാനമുണ്ട്. അതൊന്നുമില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അവള് പറയുന്നത് ഒന്നും തന്നെ കേൾക്കാൻ അബ്ബാസ് തയ്യാറായിരുന്നില്ല. നീ യഥാർത്ഥ മുസൽമാനായിരുന്നെങ്കിൽ ഭർത്താവ് പറയുന്ന കേട്ട് ഇവിടെ തന്നെ നിന്നേനെ. അല്ലാതെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് തോന്നുന്ന പോലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഇവർക്കിടയിലെ പ്രശ്നം വീണ്ടും വർദ്ധിച്ചതേ ഉള്ളൂ. അവൻ കാശ് അയച്ചു കൊടുക്കില്ല എന്ന് തന്നെ പറയുന്നു. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ബാനുവിന്റെ ഉപ്പ മൗലവിയെ കണ്ട് സംസാരിക്കുന്നെങ്കിലും അവരാരും തന്നെ ഇതിൽ ഇടപെടാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അവർ രണ്ടും കൽപ്പിച്ച് കോർട്ടിലേക്ക് പോകുന്നു. ഇവരുടെ കേസിനെ പറ്റി പലരോടും പറഞ്ഞെങ്കിലും അബ്ബാസ് അവിടുത്തെ വലിയൊരു ലോയർ ആയതുകൊണ്ട് തന്നെ പലരും ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവൾ വക്കീലില്ലാതെ കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് ചെല്ലുന്നു. പക്ഷെ ജഡ്ജ് അവളോട് പറയുന്നത്, നിങ്ങളുടെ ഈ പ്രശ്നം മുസ്ലിം കോർട്ടിൽ തീർക്കാനാണ്. എന്നാൽ ഞാൻ അവിടേക്ക് പോയിട്ടും എനിക്ക് നീതി ലഭിച്ചില്ല എന്നാണ് അവൾ പറയുന്നത്. താൻ ഒരു മുസ്ലിം യുവതിയാണ്, കൂടാതെ ഒരു ഇന്ത്യൻ പൗര കൂടിയാണെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് നീതി തരേണ്ടത് ഈ കോടതിയാണ്. എന്നാൽ അവൾ ഒരു വക്കീലിനെ കൊണ്ടുവരാൻ ജഡ്ജി പറയുമ്പോൾ അവളുടെ കേസ് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ലാത്ത കാരണം അവൾ ആകെ സങ്കടത്തിലായി. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഭേള എന്ന് പറയുന്ന ഒരു വക്കീലാകട്ടെ അവളുടെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായി. അവൾ കേസ് കൊടുത്ത വിവരമെല്ലാം തന്നെ അബ്ബാസ് അറിഞ്ഞതോടുകൂടി സൈറ അയാളോട് പറയുന്നുണ്ട്, മാസം 400 രൂപ കൊടുത്താൽ ഈ പ്രശ്നം തീരില്ലേ, എന്തിനാ അത് കൊടുക്കാതിരിക്കുന്നതെന്ന്. പക്ഷെ അബ്ബാസിന് ഈഗോ ആയിരുന്നു. അവൾ കേസുമായിട്ട് പോകട്ടെ എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. അബ്ബാസിനെതിരെ സെക്ഷൻ 125 പ്രകാരമായിരുന്നു കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഭാര്യയ്ക്കും കുട്ടിക്കും മെയിൻ്റെനൻസിലുള്ള കാശ് കൊടുക്കണം എന്നുള്ളത് ആ നിയമത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് അതുമായിട്ട് ഭാനു മുന്നോട്ട് പോയാലും അവൾ മാത്രമേ ജയിക്കൂ. അത് കാരണം അബ്ബാസ് ഒരു ദിവസം അവളെ വീട്ടിലേക്ക് വിളിക്കുന്നു. അവളെ തിരിച്ച് തന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാൻ അബ്ബാസിന് താല്പര്യമില്ല. പക്ഷെ അവൾ ആ കേസ് ജയിക്കാനും പാടില്ല. അവൾ തന്റെ ഭാര്യയായിട്ടിരിക്കുന്നെങ്കിൽ മാത്രമേ അവൾക്കും കുട്ടികൾക്കും താൻ ചെലവിന് കൊടുക്കേണ്ടതുള്ളൂ. ഭാര്യ അല്ലെങ്കിൽ ആ കാശ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ 3 തവണ തലാക്ക് പറഞ്ഞ് വിവാഹ സമയത്ത് കൊടുക്കുന്ന മെഹറായിട്ടുള്ള കാശും തിരിച്ചുവെച്ച് അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു. 3 തവണ തലാക്ക് ചൊല്ലി നിൽക്കുന്ന അബ്ബാസിനെ കണ്ട് ശരിക്കും അവൾ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അയാൾ എല്ലാം അവസാനിപ്പിച്ചു. അവൾ തന്നെ ചോദ്യം ചെയ്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ആകെ തകർന്നുപോയ അവൾ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഈ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അറിഞ്ഞതോടുകൂടി ഇവളുടെ ഉപ്പയുടെ അടുത്തേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അവരുടെ കുടുംബത്തിന്റെ വരുമാനത്തെയും ഇത് വലിയ രീതിയിൽ ബാധിച്ചു. ആ സമയത്ത് അവളുടെ വക്കീല് അവളോട് വന്ന് സംസാരിക്കുന്നുണ്ട്, ഇനി എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എന്നാൽ അവൾ അവരോട് പറയുന്നുണ്ട്, 3 തവണ തലാക്ക് പറഞ്ഞ് ഈ ബന്ധം അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ശരിയാ ലാ പ്രകാരം തലാക്ക് കൊടുക്കുമ്പോൾ 3 മാസത്തെ ഇടവേളയ്ക്കുള്ളിലാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല. അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും
അവനും ഒന്നാകാനും പറ്റും. പക്ഷെ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിലാണ് 3 തവണ തലാക്ക് പറഞ്ഞ് അബ്ബാസ് അവളെ ഉപേക്ഷിച്ചത്. ഇത് കേട്ടതോടുകൂടി ബേലയ്ക്കൊരു പോയിന്റ് കിട്ടി. നിയമം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും അബ്ബാസിന്റെ വൈഫ് തന്നെയാണെന്നും അതുകൊണ്ട് കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നും ബേല പറയുന്നു. അങ്ങനെ ഇവർ കോടതിയിലെത്തി ഈ കാര്യം ബോധിപ്പിക്കുന്നു. ഒറ്റ ശ്വാസത്തിൽ 3 തവണ തലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ അവസാനിക്കില്ല എന്നും താൻ ഇപ്പോഴും അബ്ബാസിന്റെ വൈഫാണെന്നും. എന്നാൽ അബ്ബാസ് പറയുന്നുണ്ട് അവരുടെ ഖുറാനും അവരുടെ ശരീഅത്തിലായും എല്ലാം പ്രകാരം 3 തവണ തലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവസാനിക്കുമെന്ന്. കാരണം അവരുടെ വിവാഹം ഒരു കോൺട്രാക്ട് ബേസിലാണ് പോകുന്നത്. വിവാഹത്തിന് മുമ്പ് 3 തവണ കുബൂല് പറയും. അതുപോലെ തന്നെ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ 3 തവണ തലാക്ക് പറയും. എന്നാൽ ഭാനു അതിനെ എതിർക്കുന്നുണ്ട്. അബ്ബാസ് പറഞ്ഞ പ്രകാരം 3 പ്രാവശ്യം തലാക്ക് ചൊല്ലി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന ആള് ചാട്ടവാറിന് അടികൂടി വാങ്ങിച്ചെങ്കിൽ മാത്രമേ അത് നിയമാനുസൃതമാകൂ. അല്ലാത്ത പക്ഷം ആ തലാക്ക് നിയമത്തിനെതിരാണ്. ഇവിടെ അബ്ബാസ് അങ്ങനെ അടി വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് നിയമത്തിനെതിരാണെന്നാണ് അവൾ വാദിക്കുന്നത്. ഇത് കേട്ടതോടുകൂടി അതിനെ എതിർക്കുകയായിരുന്നു അബ്ബാസ്. മുസ്ലിം ലായും മുസ്ലിം കോർട്ടും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കേണ്ടെന്നും മുസ്ലിം കോർട്ടിലേക്ക് പോകാനുമാണ് ജഡ്ജി പറയുന്നത്. എന്നാൽ അവിടെ എത്തി അവിടുത്തെ മൗലവിയുമായിട്ടും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടും അവൾ സംസാരിച്ചെങ്കിലും അവളുടെ വോയിസ് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും നന്നായിട്ട് അവൾ ഖുറാൻ വായിച്ചിട്ടുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് താൻ പറയുന്നത് ശരിയാണെന്ന് തന്നെയാണ് അവൾ എല്ലാവരോടും പറയുന്നത്. 3 മാസത്തെ ഇടവേളയിലാണ് ആ തലാക്ക് പൂർണ്ണമാകുന്നത്. ആ 3 മാസത്തിനിടയ്ക്ക് 2 കൂട്ടരുടെയും വീട്ടുകാരിൽ നിന്ന് സംസാരിക്കുകയും അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം. ഇതൊന്നും ഇവളുടെ കേസിൽ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് നീതി ലഭിക്കണം. പക്ഷേ മുസ്ലിം കോർട്ട് അവളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ലാത്തത് കാരണം അവൾ വീണ്ടും കോടതിയിലേക്ക് എത്തി. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും ഇവള് കേസിന്റെ പിറകെ പോകുന്നു. വീട്ടിലെ കാര്യങ്ങൾ കഷ്ടത്തിലായിരുന്നു. അവളുടെ കുട്ടികളെ സ്കൂളിൽ അയച്ച് മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. അടുത്ത ദിവസം കോടതിയിൽ അബ്ബാസ് വാദിക്കുന്നത് ഭാനുവായിട്ടുള്ള തന്റെ എല്ലാ ബന്ധവും അവസാനിച്ചതാണ്, താൻ ഒരു കാരണവശാലും മെയിന്റനൻസിന്റെ കാശ് കൊടുക്കില്ല എന്നാണ്. എന്നാൽ ബേലയാകട്ടെ ഇതിനു മുമ്പ് നടന്ന പല കേസുകളും എടുത്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. സെക്ഷൻ 125 പ്രകാരം തലാക്ക് കഴിഞ്ഞ സ്ത്രീകൾക്കും അവരുടെ കുട്ടികൾക്കും മെയിന്റനൻസിനുള്ള കാശ് കൊടുക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇനി അബ്ബാസ് ഭാനുവിന് തലാക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും ശരി, മെയിന്റനൻസിനുള്ള കാശ് കൊടുത്തെങ്കിലേ പറ്റൂ. ആ വാദത്തിൽ ഭാനു ജയിച്ചെങ്കിലും കോടതി ഇവൾക്ക് മെയിന്റനൻസ് ആയിട്ട് വെറും 22 രൂപയാണ് വിധിച്ചത്. അതുകൊണ്ട് താനെങ്ങനെ കുട്ടികളുടെ കാര്യം നോക്കുമെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. കേസ് തുടങ്ങിയിട്ട് വർഷം കഴിഞ്ഞു. ഇപ്പോൾ 1980 അവളുടെയും കുട്ടികളുടെയും കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു. ഈ കേസുമായിട്ടൊക്കെ അവൾ പോകുന്ന കാരണം സമൂഹത്തിൽ അവൾക്ക് ഒരു വിലയുമില്ലായിരുന്നു. അവളുടെ ഉപ്പയുടെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾ ആരും തന്നെ വരാതെയായി. ഇവള് കേസുമായിട്ട് പോകുന്ന കാരണം പല ആൾക്കാരും അവരുടെ വീടാക്രമിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. അതോടെ കുട്ടികളുടെ അവളുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവൾ രണ്ടും കൽപ്പിച്ച് തിരിച്ച് അബ്ബാസിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹത്തിലായിരുന്ന സമയത്ത് അബ്ബാസ് അവിടുത്തെ ഔട്ട് ഹൗസിന്റെ ഏരിയ അവളുടെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ വിൽപത്രം ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട്. അത് കാരണം അവൾ അവിടെ താമസിക്കുന്നത് അബ്ബാസിന് എതിർക്കാൻ പറ്റിയില്ല. അങ്ങനെ അവളും കുട്ടികളും അവിടെ താമസമായി. സൈറേദിന്റെ പേരിൽ അബ്ബാസുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കേസ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഭാനു തന്റെ കുട്ടികളുടെയും തന്റെ അവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. അബ്ബാസ് ആകട്ടെ ശരീഅത്ത് ലാ പറ്റി പറയുമ്പോൾ ഭാനുവിന്റെ വക്കീല് സെക്യുലർ ലായെ പറ്റിയാണ് പറയുന്നത്. ഓരോ തവണയും അബ്ബാസ് ഓരോ ന്യായങ്ങൾ പറയുമ്പോൾ അതിനെയെല്ലാം തന്നെ ഭാനുവും ബേലയും ചേർന്ന് തിരുത്തിക്കൊണ്ടേയിരുന്നു. കാരണം അബ്ബാസിനെക്കാളും നന്നായിട്ട് ഖുറാനും ശരീഅത്ത് ലായും എല്ലാം തന്നെ ഭാനുവിന് അറിയാമായിരുന്നു. അവൾ കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അവളുടെ കുട്ടികളും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പല രാത്രികളിലും അവൾ ഖുറാൻ വായിക്കുന്ന കണ്ടിട്ട് സൈറ അബ്ബാസിനോട് പറയുന്നുണ്ട്, നിങ്ങളെക്കാളും നന്നായിട്ട് ഭാനുവിന് ഖുറാൻ അറിയാമെന്ന്. ഓരോ തവണ കേസില് അബ്ബാസിന് അനുകൂലമായിട്ടുള്ള വിധി വരാതിരുന്നിട്ടും അബ്ബാസ് വീണ്ടും വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മുകളിലോട്ടും നീ തന്നെ ജയിക്കുമെന്നാണ് അബ്ബാസ് ഭാനുവിനോട് പറയുന്നത്. അയാളെ മനസ്സിൽ എന്തോ കരുതിയിട്ടുണ്ടായിരുന്നു. കേസ് വീണ്ടും മുകളിലെ കോടതികളിലേക്ക് പോയി. മെഹർ കാശ് കൊടുത്ത സ്ഥിതിക്ക് ഇനി മെയിന്റനൻസിന്റെ കാശ് തനിക്ക് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അബ്ബാസ് വാദിക്കുമ്പോഴും മെയിന്റനൻസും മെഹറും വേറെ വേറെയാണെന്ന് പറഞ്ഞ് ബേല അതിനെതിരെ വാദിക്കുന്നു. ഒടുവിൽ കോടതി വീണ്ടും ഭാനുവിന് അനുകൂലമായിട്ട് തന്നെ പറയുന്നു. ഈ പ്രാവശ്യം 22 രൂപയിൽ നിന്നും 180 രൂപയിലേക്ക് അവളുടെ മെയിന്റനൻസ് തുക ഉയർത്തി. കേസ് ജയിച്ചെങ്കിലും ബേലയോട് അബ്ബാസ് വീണ്ടും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ സെക്യുലർ ലോ പറഞ്ഞ് ശരീഅത്ത് ലോയ്ക്ക് ഒരു വിലയും ഇല്ലാതാക്കുകയാണ്. ആ വില താൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെയായിരുന്നു അബ്ബാസ് പറയുന്നത്. 180 രൂപയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ കേസും വഴിക്കോയിട്ട് പോകണ്ടെന്ന് പലതവണ സൈറ അബ്ബാസിനോട് പറഞ്ഞെങ്കിലും അബ്ബാസ് അതൊന്നും കേട്ടില്ല. ഭാനുവിനോടും സൈറ സംസാരിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ നാണം കെടാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അവൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഭാനു അവളോട് പറയുന്നുണ്ട്, നീ ഇവിടെ വിവാഹം കഴിച്ച് വന്ന സമയത്ത് നീ എന്നോട് ആദ്യ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. എല്ലാം സഹിച്ചു ക്ഷമിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എന്ന് നിന്നെ നാണം കെടുത്താൻ തുടങ്ങിയോ അന്ന് നീ എല്ലാ സത്യങ്ങളും വെട്ടി തുറന്നു പറഞ്ഞു. കാരണം മറ്റൊരാൾ നിന്നെ അപമാനിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റിയില്ല. നീ ഒരു ചാരിറ്റി കേസല്ലാന്ന് നീ എന്നോട് തുറന്നു പറഞ്ഞു. അതേ അവസ്ഥ തന്നെയാണ് എനിക്കും. എന്റെ അവകാശമാണിത്. ആ അവകാശമാണ് ഞാൻ ചോദിക്കുന്നതും. അവിടെ എന്നെ അപമാനപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. ചില സമയത്ത് എല്ലായ്പ്പോഴും പ്രണയം മാത്രമല്ല വേണ്ടത്, ബഹുമാനവും വേണ്ടിവരും. അത് കിട്ടാത്തപ്പോൾ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. ഇത്രയും കാലം അവളുടെ കൂടെ അവളുടെ ഉപ്പയുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഉപ്പ മരിച്ചു. ഭാനുവിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ മരണാനന്തര ചടങ്ങുകളിൽ അബ്ബാസ് പങ്കെടുത്തെങ്കിലും അയാളുടെ ഇളയ മക്കളുമായി
മാത്രമേ അയാളുടെ അടുത്തേക്ക് പോയുള്ളൂ. അയാളുടെ മൂത്ത മകന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരമുണ്ടായിരുന്നു. അബ്ബാസിന്റെ അടുത്തേക്ക് അവൻ പോയതേയില്ല. അബ്ബാസിന്റെ വീടിന്റെ ഔട്ട് ഹൗസിൽ താമസിക്കുമ്പോഴും പുറത്തിറങ്ങി ബാനു സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായ സ്ഥിതിക്ക് അവൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത് പതിവായിരുന്നു. അക്കൂട്ടത്തിൽ സലീമും ഉണ്ടായിരുന്നു. ഇവൾക്ക് ഈ നാട്ടിൽ നിന്ന് സാധനങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല എന്നും പച്ചവെള്ളം പോലും കിട്ടാതെ ഇവളും മക്കളും നരകിച്ചു ചാവണമെന്നും അയാൾ പറയുന്നു. എന്നാൽ അവൾ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തന്നെ നിയമത്തിനും ദൈവത്തിനും എതിരാണെന്ന്. ഖുറാൻ വായിച്ചിട്ടില്ലെങ്കിൽ ആദ്യം പോയി അത് വായിക്ക്. ഖുറാനിലെ ആദ്യത്തെ വേർഡ് തന്നെ ഇക്ര എന്നാണ്. അതിനർത്ഥം വായിക്കൂ എന്നാണ്. ആദ്യം പോയി അത് വായിച്ചു പഠിക്ക്. എന്നിട്ട് നിങ്ങൾ എന്നോട് വന്ന് തർക്കിക്കാനും സംസാരിക്കാനും നിൽക്ക്. അവിടെ നിന്ന് അവൾക്ക് സാധനങ്ങൾ ആരും കൊടുത്തില്ല. റൂമിലുണ്ടായിരുന്ന സാധനങ്ങളും തീർന്നു. കുട്ടികൾക്ക് എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് അവൾ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് റൂമിന്റെ പുറത്ത് ആരോ വന്ന് നോക്കിയെന്ന് കേൾക്കുന്നത്. തുറന്നു നോക്കിയപ്പോൾ പച്ചക്കറിയും സാധനങ്ങളും ആരോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സൈറയായിരുന്നു. ബാനുവിനോട് സംസാരിച്ചത് മുതൽ അവളുടെ അവസ്ഥ എന്താണെന്ന് സൈറ മനസ്സിലാക്കിയിരുന്നു. ഇടയിലെ പ്രശ്നങ്ങളും ഈ കേസും മുന്നോട്ട് പോവുകയാണ്. ഒടുവിൽ അത് സുപ്രീം കോടതിയിൽ വരെ എത്തി. അബ്ബാസ് ഈ കേസിനെ ഭാര്യയ്ക്കും ഭർത്താവിനിടയിലുള്ള ഒരു പ്രശ്നമായിട്ടല്ലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആ കേസ് ഇന്ത്യയിലെ മുസൽമാന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ടായിരുന്നു അയാൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പേഴ്സണൽ ലോയ്ക്കും സെക്യുലർ ലോയ്ക്കും ഇടയിൽ ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലുള്ള പല വിഭാഗക്കാരും അവരവർക്ക് വേണ്ട റിസർവേഷൻ എല്ലാം വാങ്ങിയെടുത്തു. അതുപോലെ തന്നെ മുസ്ലിംസും അവർക്ക് വേണ്ടിയിട്ട് മുസ്ലിം ശരീഅത്തിലായാണ് അവകാശമായിട്ട് നേടിയെടുത്തത്. നേടിയെടുത്ത ആ അവകാശത്തെ എല്ലാവരും എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്? ബാക്കി എല്ലാവർക്കും റിസർവേഷൻ കിട്ടുന്നില്ലേ? അപ്പൊ ഞങ്ങളുടെ ശരീരത്തിലായി മാത്രം എന്തിനാ ആൾക്കാർ ചോദ്യം ചെയ്യുന്നു? അതിൽ മാത്രം ഞങ്ങളോട് എന്തുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജഡ്ജി ഉൾപ്പെടെ അവിടെ ഇരുന്ന എല്ലാവരുടെയും മൈൻഡ് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു അബ്ബാസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ബാനുവിന്റെ ഈ കേസ് ഈ കോടതിയല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും അവരുടെ ലായും അവരുടെ കമ്മ്യൂണിറ്റി അടങ്ങുന്ന ഇതെല്ലാം കേൾക്കേണ്ടതെന്നും അബ്ബാസ് പറയുന്നു. അബ്ബാസിന്റെ ഈ മാനിപ്പുലേഷൻ അവിടെ ഇരുന്ന പല വക്കീലുകളെയും ബാധിച്ചു. എന്തിനേറെ പറയുന്നു, ബേലയുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിമായ അസിസ്റ്റന്റ് വക്കീല് പോലും പറയുന്നുണ്ട് അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അബ്ബാസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും തോൽക്കുമെന്നും അയാൾ പറയുന്നു. ഇവിടെ അബ്ബാസിനോട് സൈറ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ബാനു തന്നെയാണ് ശരിയെന്ന് തനിക്ക് തോന്നുന്നുവെന്ന്. സൈറയുടെ ഈ മാറ്റവും അബ്ബാസിന്റെ ഉള്ളിൽ ദേഷ്യം കൂട്ടി. അവളോടും അയാൾ അകൽച്ച കാണിക്കാൻ തുടങ്ങി. അങ്ങനെ സുപ്രീം കോടതിയിൽ അവരുടെ കേസിന്റെ അവസാന ദിവസം എത്തി. ഈ പ്രാവശ്യം ബേലയ്ക്ക് പകരം തന്റെ കേസ് ബാനു തന്നെ വാദിക്കുകയായിരുന്നു. തന്റെ പേര് ഷാസിയ ബാനു എന്നാണ്. വളരെ വ്യത്യസ്തമായത് എന്നാണ് അവളുടെ ആ പേരിന്റെ അർത്ഥം. അവളുടെ ഉപ്പ് ഒരുപാട് ആഗ്രഹത്തോടെ വെച്ച പേരായിരുന്നു. പക്ഷെ ഇന്ന് അവൾ സമൂഹത്തിൽ നേരിടുന്നത് അത്രയധികം മോശം കാര്യങ്ങളാണ്. അവളുടെ കുട്ടികൾക്കോ അവൾക്കോ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അവളുടെ കുട്ടികളുടെ കൂടെ ആരും കളിക്കാറില്ല. തന്റെ അവകാശം നേടിയെടുക്കാൻ ഇറങ്ങിത്തിരിച്ചത് കാരണം എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി. അബ്ബാസ് കുറെ തവണയായിട്ട് പറയുന്നു അവരുടെ മുസ്ലിം കോർട്ടിലും അവരുടെ ആൾക്കാരുടെ ഇടയിലും ഈ കേസ് വാദിക്കാൻ പോകണമെന്ന്. ആ പറഞ്ഞ നിയമത്തിലും ആ സമുദായത്തിലും സ്ത്രീകൾക്ക് എന്ത് വിലയുള്ളതെന്ന് അവൾ ചോദിക്കുന്നു. സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് എന്ത് നിയമമാണുള്ളത് അവിടെ? കാരണം ശരീഅത്തിലെ പ്രകാരം ഉപ്പയുടെ മരണശേഷം മകനാണ് സ്വത്തുക്കൾ ലഭിക്കേണ്ടത്. എന്നാൽ ഒരാൾ സ്വന്തം മകന് കൊടുക്കാതെ സ്വന്തം ചെറുമകന്റെ പേരിൽ ആ സ്വത്തുക്കൾ എഴുതി വെച്ചു. ശരീഅത്തിലെ പ്രകാരം അത് തെറ്റാണ്. പക്ഷെ അതിന്റെ പേരിൽ ആരും പ്രശ്നത്തിന് പോയില്ല. കാരണം അവരെല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു. അവർക്കൊന്നും ഈ നിയമം ബാധകമല്ലേ? ഈ നിയമവും സംവിധാനവും ഒക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് കൂടി വേണ്ടിയുള്ളതാ. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട സ്ത്രീകൾ തന്നെയാ. അവർക്ക് ഒരു രീതിയിലും ഈ നിയമം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. ഹൈക്കോർട്ടിലും മനഃപൂർവ്വം നിങ്ങൾ തോറ്റു. കാരണം സുപ്രീം കോടതിയിൽ വന്ന് സുപ്രീം കോർട്ട് ഇതിനു മുൻപുള്ള കേസുകളിൽ അനുവദിച്ചു കൊടുത്ത ആ നിയമം ഇല്ലാതെയാക്കാൻ. വിവാഹം ചെയ്ത ഭാര്യയെയും മക്കളെയെല്ലാം ഉപേക്ഷിച്ച് ഒരു പുരുഷൻ വീണ്ടും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ തടയാൻ ആരും ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അബ്ബാസിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടുകൂടി കുടുംബം നടത്തിക്കൊണ്ടിരുന്നതാ. പെട്ടെന്നൊരു ദിവസം രണ്ടാമതൊരു ഭാര്യ അയാൾ കൊണ്ടുവന്നു. അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പതിയെ പതിയെ അഡ്ജസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. ഒരു ദിവസം ഒരു സെക്കൻഡ് കൊണ്ട് 3 തലാക്ക് പറഞ്ഞ് അയാൾ എന്നെ ഉപേക്ഷിച്ചു. ആ 3 വാക്ക് എന്റെ ജീവിതം തന്നെ തകർത്തു. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പലരും എന്നോട് ചോദിക്കും, ഞാൻ ഇന്ത്യക്കാരിയാണോ അതോ മുസ്ലിം ആണോ എന്ന്. ആദ്യം ഞാൻ മകളായിരുന്നു, പിന്നീട് ഭാര്യയായി, അമ്മയായി, ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞൊരു സ്ത്രീയായി. ഓരോ സാഹചര്യത്തിലും ഓരോ പേരുകളാണ്. മുസ്ലിം യുവതിയാണെങ്കിലും ഞാനും ഇന്ത്യക്കാരി തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ സെക്യുലർ ലാ പ്രകാരം തന്നെ തനിക്ക് നീതി ലഭിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. എന്റെ ഒപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് വെച്ച ഈ പേര് ഈ സമൂഹത്തിൽ ആരും ചിലപ്പോൾ അവരുടെ മകൾക്കിനി വെക്കില്ല. കാരണം ഞാൻ എന്റെ ഭർത്താവിനെതിരെ കേസ് നടത്തി. ഇവിടെ ഞാൻ ജയിച്ചില്ലെങ്കിൽ ഇനി ആ പേര് ആരും അവരുടെ മക്കൾക്കിടില്ല. പക്ഷെ എന്റെ ഉപ്പ വെച്ച ആ പേര് എനിക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് അനുകൂലമായിട്ടുള്ള നീതി തന്നെ വേണം. എല്ലാ വാദവും കേട്ടുകഴിഞ്ഞ് കോടതി ഇങ്ങനെ വിധി കൊണ്ടുവരുന്നു. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ലഭിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ സെക്ഷൻ 125 പ്രകാരം ഡിവോഴ്സായ എല്ലാ സ്ത്രീകൾക്കും മെയിന്റനൻസിനുള്ള കാശ് ലഭിക്കേണ്ടതുണ്ട്. അത് മുസ്ലിം യുവതികളുടെ കാര്യത്തിലും ഒരു മാറ്റവുമില്ലാതെ തുടരണം. അവർക്കും ഈ അവകാശം ലഭിക്കേണ്ടതാണ്. സുപ്രീം കോടതി ബാനുവിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് കൊടുത്തത്. അബ്ബാസ് ആകെ നിരാശനായിട്ടുണ്ടായിരുന്നു. കേസിൽ ബാനു വിജയിച്ചു. 10 വർഷങ്ങൾ നീണ്ട പോരാട്ടം അവസാനിച്ചു. അവൾക്ക് മെയിന്റനൻസിനുള്ള കാശ് കിട്ടി തുടങ്ങി. കൂടാതെ അവൾ പെൺകുട്ടികളെ ഖുറാനും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 1985 സുപ്രീം കോർട്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നെങ്കിലും 1986 ഒരുപാട് റിലീജിയസ് ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് കാരണം നിയമത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു. തലാക്ക് കഴിഞ്ഞ് 90
ദിവസത്തേക്ക് മാത്രമേ മെയിൻ്റെനൻസ് തുക കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് 2019 മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നത്. മുത്തലാഖ് നിരോധനം ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.